ഇപ്പോൾ ശ്രീ സാറ ജോസഫ് പ്രതികരിക്കുന്നു. അതിലേക്ക് വളരുകയും വികസിക്കുകയും ചെയ്തു. നമ്മുടെ നാട് അദ്ദേഹത്തോടുള്ള കടപ്പാട്, അദ്ദേഹത്തോടുള്ള നന്ദി, അദ്ദേഹത്തോടുള്ള സ്നേഹം, ആദരവ് ഇത് പ്രകടിപ്പിക്കുന്നൊരു വേളയാണ് ഇത്. തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ ജീവിതം അതിസമ്പന്നമായിരുന്നു, സമ്പൂർണ്ണമായിരുന്നു എന്നും നമുക്ക് പറയാം. കൈവച്ച മേഖലകളിലൊക്കെ വിജയിക്കുന്ന ഒരാൾ എന്ന അത്ഭുത പ്രതിഭാസമാണ് MT വാസുദേവൻ നായർ തൻ്റെ ജീവിതത്തിലൂടെ നമുക്ക് കാണിച്ചു തന്നത്. അദ്ദേഹത്തിൻ്റെ സാഹിത്യം, എഴുത്ത്, സിനിമ, അതുപോലെ തന്നെ വ്യാപരിച്ച മേഖലകൾ, വഹിച്ച ഔദ്യോഗിക സ്ഥാനങ്ങൾ, ഒരു പത്രാധിപർ എന്ന നിലയിൽ അങ്ങനെ വഹിച്ച എല്ലായിടങ്ങളിലും തന്നെ അതുല്യമായിട്ടുള്ള തിളക്കം അദ്ദേഹം കേരളത്തിന് സമ്മാനിച്ചു. നമുക്കറിയാം, പിന്നെ അദ്ദേഹത്തിൻ്റെ ഒരു സാംസ്കാരിക ജീവിതം കൊണ്ട് മാത്രമല്ല, അതിനിർണായകമായ കേരള സമൂഹത്തിൻ്റെ ജീവിതത്തിൽ നടത്തിയ ഇടപെടലുകൾ നമുക്ക് വഴികാട്ടിയായിരുന്നു. പ്രത്യേകിച്ച് എനിക്കൊക്കെ അദ്ദേഹത്തിൻ്റെ കൂടെ മാറാട് കലാപമുണ്ടായ സമയത്ത് സമാധാന സന്ദേശവുമായി അദ്ദേഹം മുന്നേ നടന്നപ്പോൾ അതിൻ്റെ പിന്നാലെ ഓരം ചേർന്ന് പോകാൻ എനിക്ക് അവസരം ലഭിക്കുകയുണ്ടായി. അതൊക്കെ ഹൃദയത്തിൽ നമ്മൾ സൂക്ഷിക്കുന്നത് നമുക്ക് ഈ സമൂഹത്തിൽ എന്ത് ചെയ്യാനുണ്ട് എന്ന പാഠം അദ്ദേഹം തന്നതിൽ നിന്ന് തന്നെയാണ്. മുത്തങ്ങ കലാപത്തിൻ്റെ തൊട്ടടുത്ത ദിവസങ്ങളിലെ അവിടേക്കുള്ള യാത്രയിലും അദ്ദേഹത്തോടൊപ്പം ഞാൻ ചേരാനുള്ള ഭാഗ്യം എനിക്ക് കിട്ടുകയുണ്ടായി. ജീവിതത്തിലെ നിർണായകമായ ഓരോ സന്ദർഭങ്ങളിലും അപൂർവമായി മാത്രം ഇടപെടുന്ന MTയുടെ വ്യക്തിത്വം, അദ്ദേഹം എന്തു പറയുന്നു എന്ന് കേരള സമൂഹം 100% കാത് കൂർപ്പിച്ച് നിൽക്കുകയും അതിൻ്റെ പിന്നാലെ സഞ്ചരിക്കുകയും ചെയ്ത അനുഭവമാണ് നമുക്കുള്ളത്. നമുക്കറിയാം, എല്ലാ മേഖലകളിലും ഒരുപോലെ ഇത്തരത്തിലുള്ള അതുല്യമായ ഒരു പ്രതിഭ തെളിയിച്ച ഒരു ഒരു വൻമരം പോലെയുള്ള ഒരു എഴുത്തുകാരനാണ് തൻ്റെ ജീവിതയാത്ര അവസാനിപ്പിച്ചിരിക്കുന്നത്. ഇനി MT ഇല്ലാത്ത ലോകം ആണ്. തുഞ്ചമ്പറമ്പ് പോലെയുള്ളൊരു സാംസ്കാരിക കേന്ദ്രം പടുത്തുയർത്തുന്നത് ഭാഷാസ്നേഹം കൊണ്ടും മാത്രമല്ല, എഴുത്തച്ഛനോടുള്ള ആദരവ് കൊണ്ടും മാത്രമല്ല, ഭാവി മലയാളി തലമുറയെ ഉദ്ദേശിച്ചു കൊണ്ടുകൂടിയാണ്. എന്താണ് മലയാളം എന്ന് നമ്മുടെ കുട്ടികൾ അറിയണം. എന്താണ് മലയാള സാഹിത്യം എന്നറിയണം. ആരാണ് എഴുത്തച്ഛൻ എന്നറിയണം. എന്താണ് സാഹിത്യം ജീവിതത്തിന് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നറിയണം. ഈ അറിവിലേക്കായിട്ടാണ് അദ്ദേഹം അത്തരത്തിലുള്ള ഒരു സാംസ്കാരിക സ്ഥാപനം പടുത്തുയർത്തിയത്. ഈ സാംസ്കാരിക സ്ഥാപനത്തിൻ്റെ നടത്തിപ്പാകട്ടെ മറ്റാര് വിചാരിച്ചാലും ഇത്രയും ശക്തമായി, ഇത്രയും ജനാധിപത്യപരമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അവസാനമായി ഒരു വാക്കുകൂടി, അദ്ദേഹത്തിൻ്റെ നിലപാടിൻ്റെ ശക്തി. തൻ്റെ ശരീരം പൊതുദർശനത്തിന് വെക്കണമെങ്കിൽ എവിടെയെല്ലാം വെക്കേണ്ടി വരും. കോഴിക്കോട് മാതൃഭൂമി ഓഫീസിൽ നിന്നും ടൗൺ ഹാളിൽ നിന്നും തുടങ്ങി സാഹിത്യ അക്കാദമി തൊട്ട് നിരവധി ഇടങ്ങളിൽ അദ്ദേഹം ഏറ്റവും മുഖ്യനായി നിന്നിരുന്ന നിരവധി ഇടങ്ങളിൽ അദ്ദേഹത്തെ പ്രദർശനത്തിന് വെക്കേണ്ടി വരും. അവിടെ തൻ്റെ സിത്താര എന്ന് പറയുന്ന വീട്ടിലേക്ക് അനേകായിരം തവണ നമ്മളൊക്കെ വളരെ സന്തോഷത്തോടുകൂടി ചെന്ന് സന്ദർശിക്കുകയും അദ്ദേഹത്തിൻ്റെ ഒപ്പം ഇരിക്കുകയും അദ്ദേഹത്തിൻ്റെ കാൽ തൊട്ട് വണങ്ങുകയും ഒക്കെ ചെയ്തിരുന്ന ആ ഇടത്തിൽ തന്നെയായിരിക്കണം എല്ലാവരും എത്തേണ്ടത് എന്ന ഒരു നിലപാട് അദ്ദേഹം എടുത്തതിൻ്റെയും ഒരു പ്രത്യേകത. ആരാണ് MT, എന്താണ് MT എന്ന് നമ്മളോട് മരണത്തിലും പറയുകയാണ്.